പെരുമ്പറമ്പിൽ അപ്പു എന്നുള്ള കഥാപാത്രം ഒരുപാട് ആൾക്കാരുടെ ഇഷ്ടം എനിക്ക് വാങ്ങി തന്നിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എന്നേക്കാൾ ഒരുപാട് സീനിയർ ആയിട്ടുള്ള നടനാണ് ഞാൻ. തീവ്രം എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ചേതൻ അതിൽ അഭിനയിക്കുന്നുണ്ട്. എന്തിനാണ് ഈ സിനിമയിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രം നായകനാണോ വില്ലനാണോ എന്ന് ചോദിച്ചാൽ എനിക്കും അതിന് പ്രോപ്പറായിട്ടുള്ള ഉത്തരവില്ല. ഒരു ദിവസം രാത്രി ഒരു 9 മണിക്കാണ് ജോൺ വരുന്നത്. പുലർച്ചെ ഒരു 3 മണി വരെ ഞങ്ങളിരുന്ന് ഡിസ്കസ് ചെയ്തു. ഈ ക്യാരക്ടറിനെ പറ്റി പൂർണ്ണമായിട്ടും ജോൺ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ക്രിറ്റിസിസം ഈസ് ഓൾവേസ് നെഗറ്റീവ്. ക്രിറ്റിസിസം എന്ന് പറയുന്നതിൽ ഒരു രീതിയിലും പോസിറ്റീവായിട്ട് ഒന്നുമില്ല. ആർക്കും ഒന്നും അതുകൊണ്ട് നേടുന്നില്ല. ചേതൻ ചെയ്യുന്ന ഒരു 14 വയസ്സുകാരൻ്റെ നായികയായിട്ടുള്ള ഒരു 14 വയസ്സുകാരിയാണത്. ഗപ്പിയും ഗ്യാങ്ങും തേജസ് വർഗിയെ അടിച്ച് ഒതുക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞാൽ സിനിമ കാണുമ്പോൾ അതിൻ്റെ ഒരു ആസ്വാദനത്തിന് ഒരു ബുദ്ധിമുട്ട് വരും എന്നുള്ളതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. ആദ്യം തന്നെ ഇന്നതിൻ്റെ മൊയ്തീന് ശേഷം ഞാൻ മനഃപൂർവ്വം എടുത്തിട്ടുള്ള ഒരു ഗ്യാപ്പാണോ ഇതെന്ന് ചോദിച്ചാൽ ആണെന്ന് തന്നെ പറയാം. കാര്യം ഇന്നതിൻ്റെ മൊയ്തീൻ പോലൊരു സിനിമ കഴിഞ്ഞ് ഞാൻ അടുത്ത് കമ്മിറ്റ് ചെയ്യുന്ന സിനിമ ഞാൻ ഉഴപ്പി ചെയ്യരുത് എന്നെനിക്ക് പ്രത്യേകമായിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ബ്രേക്ക് കിട്ടിയത് അത് പരമാവധി ഉപയോഗിക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുറേ നാൾ കാത്തിരുന്നിട്ട് ഇങ്ങനെ ഒരു സിനിമ ഞാൻ കമ്മിറ്റ് ചെയ്തത്, ഗപ്പി എന്ന് പറയുന്ന സിനിമ. ഗപ്പിയിലെ തേജസ് വർക്കി എന്നുള്ള ക്യാരക്ടർ ആ ക്യാരക്ടറായി മാറാൻ ഞാൻ ഒരു 5 മാസം താടി വളർത്തി, 2 മാസം ആ താടി വെച്ചാണ് അഭിനയിച്ചത്. അപ്പോൾ ഒരു 7 മാസം ഞാൻ ആ ക്യാരക്ടർ ആവാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയായിരുന്നു. ഒരു കോൺസ്റ്റൻറ്റ് സ്ട്രഗിൾ തന്നെയായിരുന്നു അത്. കാര്യം ഞാൻ ഇതിനു മുമ്പ് പ്ലേ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സായിട്ട് യാതൊരു ബന്ധമില്ലാത്ത തരം ഒരു ക്യാരക്ടറാണ്. കുറച്ചും കൂടെ ഒരു സീരിയസ് ആയിട്ടുള്ള, കുറച്ചും കൂടെ എന്നേക്കാളും എൻ്റെ ആക്ച്വൽ ഏജിനേക്കാളും കുറച്ച് ഏജുള്ള ഒരു ക്യാരക്ടർ. തേജസ് വർക്കി എന്ന് പറയുന്നത് ഒരു റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ്റെ ഒരു എഞ്ചിനീയറാണ്. അയാളുടെ ഒരു ഹിസ്റ്ററിയൊക്കെ കുറച്ച് മിസ്റ്ററി ആയിട്ട് വെച്ചിരിക്കുകയാണ് സിനിമയിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞാൽ സിനിമ കാണുമ്പോൾ അതിൻ്റെ ഒരു ആസ്വാദനത്തിന് ഒരു ബുദ്ധിമുട്ട് വരും എന്നുള്ളതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. സിനിമ എന്ന് പറയുന്നത് ശരിക്കും തേജസ് വർക്കി എന്നുള്ള ക്യാരക്ടറും പിന്നെ ചേതൻ ചെയ്യുന്ന ഗപ്പി എന്നുള്ള ക്യാരക്ടറും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റാണ് സിനിമ. ഇതിലൊരു ഭയങ്കരമായിട്ടൊരു ഇമോഷണൽ ഡ്രാമയൊക്കെ ഉണ്ട്. പല ക്യാരക്ടേഴ്സും തമ്മിലുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റും അവരുടെ ഇടയിൽ സംഭവിക്കുന്ന ഈ പറഞ്ഞ ഒരു ഇതൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം പറഞ്ഞിരിക്കുന്ന ഒരു ഹ്യൂമറിൻ്റെ ബാക്ക്ഡ്രോപ്പിലാണ്. സിനിമയുടെ ട്രെയിലറിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഈ സിനിമയിലെ നായകനാണോ വില്ലനാണോ എന്ന് ചോദിക്കുമ്പോൾ അതിൽ തേജസ് വർക്കി എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഉത്തരവില്ല. അതേപോലെ തന്നെയാണ് ഈ സിനിമയിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രം നായകനാണോ വില്ലനാണോ എന്ന് ചോദിച്ചാൽ എനിക്കും അതിന് പ്രോപ്പറായിട്ടുള്ള ഉത്തരവില്ല. അതൊക്കെ തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരാണ്. ഓരോരുത്തരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ വെച്ച് ഞാൻ നായകനായേക്കാം, ചിലപ്പോൾ ഞാൻ വില്ലനായേക്കാം. ഇറ്റ് ഡിപ്പെൻസ്. പക്ഷെ എന്നാലും ഒരു ആസ് എൻ ആക്ടർ എന്നോടുള്ള ഇഷ്ടം ഈ തേജസ് വർക്കി എന്നുള്ള കഥാപാത്രം ഞാൻ ചെയ്താൽ കൂടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ ഈ പറഞ്ഞ സിനിമയിൽ നിങ്ങൾ നായകനാണോ അതോ വില്ലനാണോ? ജോൺ പോൾ എന്ന് പറയുന്ന ഡയറക്ടറെ ഞാൻ ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട്. പരിചയപ്പെടുന്നത് സംവിധായകൻ രൂപേഷ് പീതാംബരൻ്റെ ഒരു സുഹൃത്താണ് ജോൺ പോൾ. ഞാനും രൂപേഷ് പീതാംബരനും നമ്മൾ നല്ല അടുപ്പമുള്ളതാണ്. അപ്പോൾ യൂട്യൂബ് റൂട്ടേഴ്സ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം ജോൺ ചെയ്യാനിരുന്ന ഒരു സിനിമയിൽ ഒരു കഥാപാത്രം ചെയ്യാനായിട്ട് എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. പിന്നീട് ആ സിനിമ ആ സമയത്ത് നടന്നില്ല. അത് വേറൊരു സമയത്തേക്ക് ഷെൽവ് ചെയ്തിരിക്കുകയാണ് സിനിമ. പോസ്റ്റ്പോൺ ചെയ്ത് ഡേറ്റ്സ് അധികം വൈകാതെ തന്നെ ആ സിനിമയും സംഭവിക്കും. അപ്പോൾ അന്ന് ഒന്ന് പരിചയപ്പെട്ടിട്ട് പിന്നീട് അങ്ങോട്ട് ആ സിനിമ ആ സമയത്ത് നടക്കാത്ത കാരണം കൊണ്ട് പിന്നീട് ഞങ്ങൾ കുറച്ചാൾ ടച്ചിലല്ലായിരുന്നു. പക്ഷേ പിന്നീട് ഒരു ദിവസം രൂപേഷ് പീതാംബരൻ രൂപേഷേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ജോണിനൊരു കഥ പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും. ഓൾറെഡി ഞങ്ങൾ പരിചയമുള്ള കാരണം കൊണ്ട് ഞാൻ ഓൾവേസ് അപ്രോച്ചബിളാണ് ജോണിന്. അങ്ങനെ ജോൺ വന്നു. ഒരു ദിവസം രാത്രി ഒരു 9 മണിക്കാണ് ജോൺ വരുന്നത്. പുലർച്ചെ ഒരു 3 മണി വരെ ഞങ്ങളിരുന്ന് ഡിസ്കസ് ചെയ്തു. ഈ ക്യാരക്ടറിനെ പറ്റി പൂർണ്ണമായിട്ടും ജോൺ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഞാൻ എൻ്റേതായിട്ടുള്ള സംശയങ്ങൾ ചോദിച്ചു, എൻ്റേതായിട്ടുള്ള ഇൻപുട്സ് ഞാനും സംസാരിച്ചു. അത് വളരെ വെൽക്കമിങ് ആയിട്ട് ആണ് എൻ്റെ ഇൻപുട്സിനെല്ലാം ജോൺ എടുത്തത്. അപ്പോൾ തീർച്ചയായിട്ടും ആസ് എൻ ആക്ടർ എനിക്കൊരു സ്പേസ് തരുന്ന ഒരു സിനിമയായിരിക്കും ഇതെന്ന് എനിക്ക് അപ്പോൾ തന്നെ മനസ്സിലായി. പിന്നെ ആ തീരുമാനം തെറ്റിയില്ല എന്ന് മനസ്സിലായത് ഷൂട്ടിംഗ് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ്. ജോൺ എന്ന് പറയുന്നത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡയറക്ടറാണ്. ഒരു ക്രൂവിനെ മൊത്തം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ഡയറക്ടറാണ്. ആ ക്രൂവിൻ്റെ ഷൂട്ടിംഗ് ടൈമിലുള്ള ഒരു ഹാപ്പിനെസ് തന്നെ ഡയറക്ടറുടെ സ്വഭാവം എങ്ങനെയാണോ അതനുസരിച്ചിരിക്കും എപ്പോഴും ആ ഒരു ക്രൂവിൻ്റെ സ്വഭാവം.
അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഡയറക്ടർ ഉള്ള കാരണം കൊണ്ട് ആ ക്രൂ മൊത്തം ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു. അത് ഈ സിനിമയിൽ റിഫ്ലക്ട് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ പ്രധാന കഥാപാത്രം ചെയ്യുന്ന ചേതൻ എന്ന് പറയുന്ന 14 വയസ്സുകാരൻ എന്നേക്കാൾ ഒരുപാട് സീനിയർ ആയിട്ടുള്ള നടനാണ്. ഞാൻ തീവ്രം എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ചേതൻ അതിൽ അഭിനയിക്കുന്നുണ്ട്. ചേതൻ പലപ്പോഴും ഇപ്പോൾ 5 സുന്ദരികളിലെ സേതുലക്ഷ്മി എന്നുള്ള സെഗ്മെന്റ് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം ചേതൻ്റെ ഒരു കാലിബർ എന്താണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ചേതൻ്റെ കാലിബർ കുറച്ചും കൂടെ ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായിരിക്കും ഈ പറയുന്ന ഗപ്പി എന്ന് പറയുന്ന സിനിമ. ചേതനും ചേതൻ്റെ കൂടെ തന്നെയുള്ള കുറച്ച് അവൻ്റെ ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ആയിട്ട് അഭിനയിക്കുന്ന ശരത്, വിഷ്ണു, അരുൺ, പിന്നെ വിജിലേഷ് തുടങ്ങിയ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ഒരുമിച്ചുള്ളൊരു യാത്രയും ചില വിഷ്വൽസൊക്കെ കാണുമ്പോൾ ലാറ്റിൻ അമേരിക്കൻ സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള വിഷ്വൽസും ഡ്രസ്സിങ്ങും ഇവരുടെ രൂപവും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ജോണിൻ്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് ഈ ഒരു ഗ്യാങ് വർക്കായി കഴിഞ്ഞാൽ ഈ സിനിമ വർക്കാവും എന്ന് എനിക്ക് ആ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് തോന്നിയിരുന്നു. നമ്മളുടെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിൽ എല്ലാവർക്കും ആ ഒരു ഏരിയ വളരെ സേഫായിട്ട് തോന്നിയിട്ടുണ്ട്. വളരെ നല്ല പെർഫോമൻസസ് ആണ് എല്ലാവരുടെയും. ഓരോരുത്തരുടെയും ക്യാരക്ടേഴ്സിനനുസരിച്ച് തന്നെ ഷേപ്പപ്പ് ചെയ്യാനായിട്ട് ഡയറക്ടർക്കും പറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരോട് വർക്ക് ചെയ്യുക എന്നുള്ളതും ഭയങ്കര രസമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് ആക്ച്വലി. ഞാൻ ഒറ്റയ്ക്ക് ഒരു സൈഡിലും ചേതനും പിന്നെ അവൻ്റെ സുഹൃത്തുക്കളെല്ലാവരും കൂടെ വേറൊരു സൈഡിലും. ഗപ്പിയും ഗ്യാങ്ങും തേജസ്വരയ്ക്ക് അടിച്ച് ഒതുക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര ലൈവായി ഇവരുടെ ഒരു പെർഫോമൻസ് ഒക്കെ ഉണ്ട്. നായകനും വില്ലനും ഫുൾ ഫൈറ്റാണ്, അവസാനം നമ്മൾ ജയിക്കുന്നത്. ഇതിൻ്റെ ഈ സിനിമയുടെ പ്രത്യേകത എന്ന് തന്നെ എടുത്തു പറയാവുന്നതാണ് ഇതിൻ്റെ ഒരു ജോഗ്രഫിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. അതായത് സിനിമയിൽ നമ്മൾ മലയാള സിനിമയിൽ അധികം കണ്ടിട്ടില്ലാത്ത തരം ഒരു ടെക്സ്ചറുള്ള അല്ലെങ്കിൽ ഒരു ടെറൈനാണ് ഈ പറയുന്ന ബീച്ചിൻ്റെ സൈഡിൽ പല കളർഫുൾ വീടുകളും ഭയങ്കര വിഷ്വലി ഭയങ്കര മനോഹരമായിട്ടുള്ള മലകളും അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലം. അത് ജോൺ പോൾ എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ എന്താ പറയുക വർഷങ്ങൾക്ക് മുമ്പുള്ള യാത്രകളിൽ അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള സ്ഥലമാണ്. നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ജോൺ കണ്ടെത്തിയൊരു സ്ഥലമാണ്. അതാർക്കും കൊടുക്കാതെ പ്രിസർവ് ചെയ്ത് വെച്ച് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ജോൺ ഉപയോഗിച്ചതാണ്. അത്ര മനോഹരമായിട്ടുള്ള സ്ഥലം നമ്മൾ നേരിട്ട് കാണുന്നതിനേക്കാൾ മനോഹരമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ക്യാമറമാൻ ഗിരീഷ് ഗംഗാധരൻ എന്ന് പറയുന്ന ക്യാമറമാനുമായിട്ട് എനിക്ക് 2-3 വർഷത്തെ പരിചയമുണ്ട്. കൂതറ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഗിരീഷാണ് സെക്കൻഡ് ക്യാമറ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെയുള്ള പരിചയമാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും ഗിരീഷിൻ്റെ സിനിമകൾ കണ്ടിട്ടുള്ളവർക്ക് ഗിരീഷിൻ്റെ വർക്കിൽ അത്രയും പൂർണ്ണ വിശ്വാസമാണ്. ഗപ്പി എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഹൈലൈറ്റ് ആയിരിക്കും അതിൻ്റെ സിനിമാറ്റോഗ്രഫി. അതൊരു ചെറിയ കുട്ടി ആയതുകൊണ്ട് തന്നെ എൻ്റെ നായികയാവാൻ യാതൊരു സാധ്യത ഇല്ലാത്തതുകൊണ്ട് അത് ചേതൻ്റെ നായികയാണ്. ചേതൻ ചെയ്യുന്ന ഒരു 14 വയസ്സുകാരൻ്റെ നായികയായിട്ടുള്ള ഒരു 14 വയസ്സുകാരിയാണത്. അത് ആരാണെന്നോ എന്താണോ കഥാപാത്രമെന്നോ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞാൽ, കാര്യം ഇപ്പോൾ കണ്ണുകൾ മാത്രമേ ആ ട്രെയിലറിൽ കാണിച്ചിട്ടുള്ളൂ. സിനിമയിലും ഭൂരിഭാഗം സമയത്ത് ആ കണ്ണുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഞാനായിട്ട് അത് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന പ്രേക്ഷകനെ ഒരു സ്പോയിലർ പോലെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പെരുമ്പറമ്പിൽ അപ്പു എന്നുള്ള കഥാപാത്രം ഒരുപാട് ആൾക്കാരുടെ ഇഷ്ടം എനിക്ക് വാങ്ങി തന്നിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ഇഷ്ടപ്പെടുന്നവരെ നിരാശരാക്കാതിരിക്കാൻ വേണ്ടി തന്നെ ഇനി അങ്ങോട്ട് നല്ല ക്യാരക്ടേഴ്സ് മാത്രം നോക്കി ചെയ്യുക എന്നുള്ള തീരുമാനം ആണ് ഞാൻ അന്ന് എടുത്തത്. ഫ്യൂച്ചർ പ്രൊജക്ട്സ് ഇപ്പോൾ എസ്ര എന്നുള്ള സിനിമ ഞാൻ ഷൂട്ട് ചെയ്ത് കുറച്ച് ദിവസം കൂടെ എനിക്ക് ഷൂട്ട് ബാക്കിയുള്ളൂ. ഗോദ തുടങ്ങി, ഗോദ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ഹാപ്പി ആയിട്ട് ഒരു സൈഡ് കൂടെ പോയിക്കൊണ്ടിരിപ്പുണ്ട്. ഗോദ തീർന്നിട്ട് പിന്നെയുള്ള പ്രൊജക്ട്സ് മെക്സിക്കൻ അപാരത എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. പിന്നെയുണ്ട് പ്രൊജക്ട്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. പരമാവധി ഞാൻ ശ്രമിക്കുന്നത് നല്ല സിനിമകൾ മാത്രം ചെയ്യാനും എല്ലാവർക്കും ആസ്വദിക്കാവുന്ന തരം സിനിമകൾ ചെയ്യാനായിരിക്കും ഞാൻ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളാണത് സ്വീകരിക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ തീരുമാനമാണ്. പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു സിനിമ കാണുക. സിനിമ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോടും പറയുക. ഒരുപാട് പേരുടെ അധ്വാനമുണ്ട്. എല്ലാ സിനിമയും പോലെ ഈ സിനിമയുടെ പിറകിലും ഒരുപാട് പേരുടെ അധ്വാനമുണ്ട്.
വളരെ ആത്മാർത്ഥമായിട്ടുള്ള സമയമുണ്ട്, അധ്വാനമുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് മുഖവിലേക്ക് എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. കാര്യം മറ്റുള്ളവരോട് പറയുമ്പോൾ ക്രിറ്റിസിസം ഈസ് ഓൾവേസ് നെഗറ്റീവ്. ക്രിറ്റിസിസം എന്ന് പറയുന്നതിൽ ഒരു രീതിയിലും പോസിറ്റീവായിട്ട് ഒന്നുമില്ല, ആർക്കും ഒന്നും അതുകൊണ്ട് നേടുന്നില്ല. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് പറയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പറയുക, നെഗറ്റീവായിട്ട് പറയണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പറയുന്നതല്ല, നമുക്ക് മനസ്സിൽ പിടിച്ചു വെക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ അതുകൊണ്ട് ആർക്കും നല്ലതൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതൊന്നും ഓർത്താൽ നല്ലത്. ജെന്യൂനായിട്ടുള്ള അഭിപ്രായം മാത്രം സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു സിനിമയും, മലയാളത്തിലെ ഒരു സിനിമയും അർഹിക്കുന്ന അംഗീകാരം കിട്ടാതെ പോകരുത്. അതിപ്പോൾ ഞാൻ അഭിനയിക്കുന്ന സിനിമ എന്നോ ഈ ഗപ്പി എന്നുള്ള സിനിമയുടെ മാത്രമല്ല പറയുന്നത്, മുഴുവൻ മലയാള സിനിമകൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു സിനിമയെയും റിവ്യൂസ് ചെയ്ത് തകർക്കാതിരിക്കുക, ക്രിട്ടിസൈസ് ചെയ്ത് തകർക്കാതിരിക്കുക, പ്രോത്സാഹിപ്പിക്കുക. മലയാളം ഇൻഡസ്ട്രി ഇപ്പോൾ വളരെ നല്ല ഒരു പേസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വേൾഡ് ക്ലാസിക്സ് ഒക്കെ മലയാള സിനിമയിൽ നിന്ന് വരാനും അധികം സമയം കാത്തിരിക്കേണ്ടതൊന്നും വരില്ല. അപ്പോൾ അതുപോലുള്ള ഒരു പേസിന് ആക്കം കൂട്ടണമെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. ഓർക്കുക, ക്രിറ്റിസിസം ഈസ് ഓൾവേസ് നെഗറ്റീവ്, നത്തിങ് പോസിറ്റീവ് ഇൻ ദാറ്റ്.